നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 521st day. Today 15th sloka of Pradhama Skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 521 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. യത്പാദ സംശയാസൂത മുനയ പ്രശമായന സദ്യ പുനന്ത്യുപസ്പൃഷ്ട സ്വർധൂന്യാപോനുസേവയാ. യത്പാദ സംശയാസൂത മുനയ പ്രശമായനാഃ സദ്യ പുനന്ത്യുപസ്പൃഷ്ടാ സ്വർധൂന്യാപോനുസേവയാ. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ സൂതപൗരാണികരോട് ശൗനകാദികൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തെക്കുറിച്ച് പറയുകയാണ്. അവർ പറയുകയാണ്, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായ മുനിമാരോട് ചേരുന്ന അന്ധകരണം വളരെ വേഗത്തിൽ ശുദ്ധമാകുന്നു, ഭഗവത് ദർശനം ലഭിച്ച് മുക്തി നേടുന്നു. എന്നാൽ ഭഗവാന്റെ പാദത്തിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗാതീർത്ഥം വളരെ നാൾ സേവിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പരിശുദ്ധിയെ നൽകുന്നുള്ളൂ. അന്തസേവയ, അതായത് അനുസേവയ എന്ന് പറഞ്ഞാൽ ക്രമത്തിലുള്ള സേവ കൊണ്ട്. സ്വർധൂന്യാപവും സേവയ. സ്വർധൂന്നി എന്ന് പറഞ്ഞാൽ ആ ജലങ്ങൾ, ആ സ്വർഗത്തിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗാദേവി. ഉപസ്പൃഷ്ട എന്നാൽ സ്പർശിക്കപ്പെട്ടു. അത് സ്പർശിച്ച് നമുക്ക് പരിശുദ്ധി ക്രമേണ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഭഗവാന്റെ പാദശുശ്രൂഷ ചെയ്യുന്ന മുനിമാരോടുള്ള സംഗമം നമ്മളെ പ്രശമായന, പ്രകർഷേണ ശമത്തെ അതായത് ഭഗവാനെ എപ്പോഴും ധ്യാനിച്ച് മുക്തി നേടിയിട്ടുള്ള ആ മുനിമാരുടെ സംഗമം നമുക്ക് വളരെ വേഗത്തിൽ മുക്തി നൽകുന്നു, നമ്മളെ ശുദ്ധമാക്കുന്നു, നമ്മുടെ അന്ധക്കരണത്തെ പരിശുദ്ധമാക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് സത്സംഗത്തിൻ്റെ മുഖ്യത്വം. ഈ കലികാലത്തിൽ സത്സംഗം എത്രത്തോളം മുഖ്യമാണ്. അതിൽ എവിടെയെങ്കിലും ഒരു സത്സംഗം ലഭിക്കുമെങ്കിൽ അതിൽ പോയി പങ്കുചേരണം എന്ന് പറയാനുള്ള കാരണം, സത്സംഗം വളരെ നല്ലതാണ്. നല്ലവരായിട്ടുള്ള, പരിശുദ്ധരായിട്ടുള്ള, മുക്തന്മാരായിട്ടുള്ള അവരുമായിട്ടുള്ള സംഗമം നമ്മളെ വേഗം പരിശുദ്ധമാക്കും. അതുകൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നതോ വീട്ടിലോട്ടൊക്കെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനെയോ ഒക്കെ കാൾ ഭേദം. അതൊക്കെ നല്ലതാണ്, അതുകൊണ്ട് മുക്തിയും പരിശുദ്ധിയും ഉണ്ടാകും. എന്നാലും പരിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ കൂടെ പോയി അല്പനേരം പങ്കിടുമ്പോൾ ലഭിക്കുന്ന പരിശുദ്ധി വളരെയേറെയാണ്. അതിൽ ഒട്ടും സംശയമില്ല എന്ന് സൂതപൗരാണികർ ശൗനകാദികളോട് പറയുന്ന ഈ ശ്ലോകത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യത്പാദ സംശയാസൂത മുനയ പ്രശമായന സദ്യ പുനന്ത്യുപസ്പൃഷ്ട സ്വർധൂന്യാപോനുസേവയാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു.
ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.